പിന്നൊക്കെ പറയാനുള്ള ഡ്യൂട്ടി യാമിമോൾ ഏറ്റെടുത്തു കേട്ടോ. ഓള് പറഞ്ഞു കേട്ടില്ലേ ജാദ സുമി ബർത്ത്ഡേ ഉണ്ടെന്ന്, ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലോ. ഈ മക്കൾസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് എന്തിനാണെന്നറിയോ? കേക്കിന് കേക്ക് എന്നല്ല പേര്, ഹാപ്പി ബർത്ത്ഡേ എന്ന പേര്. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ ലുലു പോയി ഒരു കേക്ക് വാങ്ങി. കേക്ക് വാങ്ങണക്കാളെ എടുങ്ങാറാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ ഇതാ കേക്കും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരായിട്ടോ. നാട്ടിലെ പോലെ കോളിംഗ് ബെല്ലടിച്ച് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. താഴത്തുനിന്ന് ഫോൺ വിളിച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് വേണം നമ്മൾ കയറാൻ. അതുകൊണ്ട് തന്നെ എത്ര സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്താലും ലാസ്റ്റ് ഇത് മനസ്സിലാവും കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കി വേണ്ടിയിട്ട് ചമ്മലാട്ടാ മുഖത്ത് കാണുന്നത്. എന്തിനാ ടീച്ചർ ഗിഫ്റ്റ് തന്നെ? ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സ്കൂളിൽ നല്ല ഗംഭീരാക്കി നടത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ കേക്കും കുറേ മിഠായും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടീച്ചർ അയച്ചെന്ന വീഡിയോ ആണിത്. ഈ ബർത്ത്ഡേക്ക് സ്കൂളിൽ ചേർത്തിട്ടില്ല പോലെ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഫുഡും കഴിച്ച് കേക്ക് മുറിക്കാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പോയിട്ടോ. അപ്പോഴേക്കും ഫുഡ് കഴിഞ്ഞതിന് സമയം 10 മണി ആയിട്ടുള്ളൂ കേട്ടോ. വിഷമിക്കേണ്ട, വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ് പുതുതായിട്ടുള്ള ഓപ്പൺ ചെയ്ത ഷോപ്പിന്റെ ലൊക്കേഷൻ അയാൾ ഞങ്ങൾക്ക് ആത്മാർത്ഥതയോടെ കൂടി തന്നു കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ അധികാരവും ഈ പുതിയ ലൊക്കേഷൻ അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. പെട്ടെന്ന് ഫുഡും കിട്ടിയിട്ടോ. വയറ് നിറച്ച് ഫുഡും കഴിച്ച് കുറ്റം പറയാനൊന്നും പാടില്ല. എന്നാലും നമ്മളെ പഴയ ഷോപ്പിന്റെ അത്ര രസമായിട്ടില്ല കേട്ടോ ഈ ചെമ്പ്. എന്നാലും സംഗതി ഉഷാറാണേ. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് തള്ളി മറിക്കണം, അത് ഫറലാ. ബൈതിപ്പോ നമ്മളൊന്ന് കാര്യം പറഞ്ഞു കേട്ടോ. കേക്ക് കട്ട് ചെയ്യണ്ടേ? മക്കൾസിനാണ് ഓർമ്മ വന്നത്. ഭക്ഷണം കഴിക്കാൻ ഒരു വന്നില്ലെങ്കിലും കേക്ക് കട്ടിങ്ങിന് ആത്മാർത്ഥത്തോടു കൂടി ഓൺ ടൈമിന് പോലെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച ക്ഷീണം കേക്ക് തിന്നാട് മാറ്റിട്ടോ. അവിടെ നിന്നും കടന്നൊക്കെ പിന്നെ സംസാരം കൊണ്ട് സംസാരമായിരുന്നു. ഓർക്ക് കേക്ക് കണ്ടാൽ തന്നെ സന്തോഷം കേട്ടോ. കഴിക്കാനൊന്നല്ല, ഓർക്ക് അതിങ്ങനെ മുറിച്ച് കളിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. മക്കളെ ബർത്ത്ഡേ അല്ലേ, നമ്മള് സന്തോഷത്തിന്റെ ദിവസമല്ലേ. ആ സന്തോഷത്തിന് നമ്മളെല്ലാരും പങ്കു ചേർത്തു കേട്ടോ. ഞാനെപ്പോഴും പറയല്ലേ, എവിടെ ചെന്നാലും മോണ്ടി കുടുംബക്കാരുണ്ടാവുന്നു. അത് ഇതുകൊണ്ട് കേട്ടോ. ആരെ കണ്ടാലും ഓരും കൂടി മൂപ്പരങ്ങോട്ട് ഫ്രണ്ട്സ് ആക്കിയിട്ടേ അടങ്ങുള്ളൂ. ഞങ്ങൾ യാത്രയാക്കാൻ പോലും ഞങ്ങൾ പിന്നാലെ പോന്നിട്ടുണ്ടായിരുന്നു. കിച്ചണൊക്കെ ക്ലോസ് ചെയ്തിട്ടോ. ഞങ്ങൾ ഇന്ന് അവിടുന്ന് ലാസ്റ്റ് ഇറങ്ങി പോവാനുള്ളത്. മക്കളെ സന്തോഷം കാണുമ്പോൾ എനിക്ക് തോന്നിയത് പാർക്ക് പോയാൽ കിട്ടോ ഇത്രയും ആനന്ദം. അത്രയും അടിപൊളി ചെയ്യുന്നു കേട്ടോ അവിടെ. മക്കളെ ബർത്ത്ഡേ കേക്ക് ഇപ്പോഴും വിട്ടിടില്ല കേട്ടോ. അതിനെ ഓലെടുത്തോണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയേ. ഡ്യൂട്ടി കഴിഞ്ഞ് ബാബുവൊക്കെ ഓരോ കൂട്ടാൻ വന്നപ്പോഴത്തേനും നേരെ 2 മണിയായത്. എന്നാലും മക്കൾക്ക് പോകാനുള്ള കൂട്ടൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് പറഞ്ഞേക്കാനും. മനസ്സില്ലാ മനസ്സോടെ പോകുന്ന കാഴ്ചയായിട്ടാ കാണുന്നത്. അപ്പോൾ ഓക്കെ ബൈ.